നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ഇറ ആർട്ടിസാൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗോതമ്പ് മാവിൽ പഴംപൊരി എങ്ങനെ എളുപ്പത്തിലും രുചികരവുമായി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി നമ്മൾ 3 നല്ല പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിനെ തൊലി കളഞ്ഞ് എടുക്കണം. നല്ല പഴുത്ത ഏത്തപ്പഴം എടുക്കുന്നത് പഴംപൊരിക്ക് നല്ല മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏത്തപ്പഴം 2 പകുതിയായി മുറിക്കുക. ഓരോ പകുതിയെയും 3 സ്ലൈസ് വീതം ആക്കുക. വേണമെങ്കിൽ 3 സ്ലൈസ് എന്നത് 2 സ്ലൈസും ആക്കാം. അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാം. ചെറിയ ഏത്തപ്പഴം ആണെങ്കിൽ 2 പകുതിയാക്കി മുറിക്കേണ്ട ആവശ്യമില്ല. 2 3 സ്ലൈസ് ആക്കി മുറിച്ചാൽ മതിയാകും. ഏത്തപ്പഴം നിങ്ങൾ ഈ കാണുന്നത് പോലെ സ്ലൈസ് ആക്കി വച്ചിട്ടുണ്ട്. ഇനി പഴംപൊരിക്ക് വേണ്ടി മാവ് തയ്യാറാക്കാം. അതിനായി 1 കപ്പ് ഗോതമ്പ് മാവ്, 2 മുതൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 കപ്പ് അരിപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കുക. എന്നിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കുക. മാവ് കൂടുതൽ വെള്ളം പോലെ ആകാനോ കൂടുതൽ കട്ടിയാകാനോ പാടില്ല. വെള്ളം കൂടിയാൽ മാവ് പഴത്തിൽ പറ്റിപ്പിടിച്ചിരിക്കില്ല. കട്ടി കൂടിയാൽ മാവ് പഴത്തിൽ കൂടുതൽ പറ്റിപ്പിടിച്ചിരിക്കും. കൺസിസ്റ്റൻസി ഇങ്ങനെ ആയിരിക്കണം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കുക. പഴം മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം എണ്ണ ഒഴിക്കേണ്ടത്. സ്ലൈസ് ചെയ്ത് വച്ചിരിക്കുന്ന പഴം മാവിൻ്റെ 2 വശവും നന്നായി മുക്കിയെടുക്കുക. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് പഴമിടുക. തീ മീഡിയം ഫ്ലെയിമിൽ വച്ച് വേണം പഴംപൊരി ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. ഒരു വശം കളർ മാറി വരുമ്പോൾ തിരിച്ചിടുക. അങ്ങനെ മറുവശവും ചെയ്യുക. എന്നിട്ട് ഗോൾഡൻ കളർ ആകുന്നത് വരെ തിരിച്ചും മറിച്ചും ഇടുക. ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് പഴംപൊരി കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ക്രിസ്പിയും ആയ പഴംപൊരി തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഈവനിങ് സ്നാക്കായി കഴിക്കാം. കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.